ഈ ഒരു കാര്യം അറിഞ്ഞാൽ മറവയ്ക്കാത്ത ആന തന്നെ പോകും. പലപ്പോഴും പല കുട്ടികളും അവർ പഠിച്ചത് തന്നെ മറന്നു പോകുന്ന പ്രവണത, അത് മുതിർന്ന ആൾക്കാർ തന്നെ മുതിർന്നവർക്ക് ഉണ്ടാകുന്ന വേറൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ഓർത്തിരിക്കേണ്ട പല പല കാര്യങ്ങളും നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്നത് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഓർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മിക്ക കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. സോ ആ ഒരു സിമ്പിൾ ടെക്നിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് മെനോണിക്സ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8, 9 അല്ലെങ്കിൽ 6, 7 ഒരു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇപ്പോൾ ഹിസ്റ്ററി, എക്കോണമിക്സ് അത്തരത്തിലുള്ള പല സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. സോ അതിലൊക്കെ കുറേ ഡേറ്റ്സും കുറേ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കേണ്ടതായി വരും. സോ ഈ കണ്ട കാര്യങ്ങൾ ഫുള്ള് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റില്ല. സോ ഈ ഒരു വീഡിയോ നമ്മൾ മെനോണിക്സ് എന്തെന്നാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഗ്രീക്ക് വേർഡാണ്. ഈ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം തന്നെ മൈൻഡ്ഫുൾ മെമ്മറി എന്നാണ്. എന്ന് വെച്ചാൽ മെമ്മറിയുമായി ചേർന്ന് കിടക്കുന്നത് എന്നുള്ളത് സിമ്പിളായി പറയുകയാണെങ്കിൽ വളരെ അധികം രീതിയിൽ ചവറ് പോലെ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഈ ചവറ് പോലെ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക. ചവറ് പോലെ കിടക്കുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നമുക്ക് ഇഷ്ടപ്പെടും ഇല്ല. സോ അത്തരത്തിൽ അത് ഒതുങ്ങി കിടക്കുകയാണെങ്കിൽ അല്ല അത്തരത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അച്ചടക്കത്തോടെ നല്ല രീതിയിൽ എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് കാണാനും കുറച്ചുകൂടി നമുക്ക് ഒരു തൃപ്തികരമായിരിക്കും. 1967 ജെറാർഡ് ആർ മില്ലർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു റീസർച്ചറായിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മെനോണിക്സ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു കുട്ടി ടെസ്റ്റ് സ്കോറുകൾ അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ 77% കൂടുതലായി മാർക്ക് ബാക്കിയുള്ള കുട്ടികളെ അപേക്ഷിച്ച് സ്കോർ ചെയ്യുന്നതെന്നാണ്. ഇത്തരത്തിലുള്ള സ്റ്റഡി ഹാക്സും അല്ലെങ്കിൽ പഠിക്കാനുള്ള എളുപ്പവഴികളും ഇതറിഞ്ഞിരിക്കേണ്ടത് വളരെ വലിയ ആവശ്യകതയാണ്. കാരണം നമുക്ക് തന്നെ അറിയാം ലോകം എത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒപ്പം പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ സ്വീകരിച്ച് മുന്നേറുന്നതാണ് നമ്മുടെ ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക? ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും മാതാപിതാക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തൊട്ടേ ഒരു കുട്ടി ഇത്തരത്തിലുള്ള രീതികളിൽ പഠിക്കാൻ ശ്രമിച്ചു വന്നാൽ, അതല്ലെങ്കിൽ ഇതൊരു മാതാപിതാക്കളോ അല്ല അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതിലൂടെ പഠിക്കാനുള്ള കാര്യങ്ങളും പഠിക്കാനുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ വളരെ ഡിഫറെൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഓരോ ടെക്നിക്കുകളും കാര്യങ്ങളും അറിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങളിൽ ഇത് കൂടുതലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. സോ മാക്സിമം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വലിയൊരു മാറ്റത്തിനാണ് ഇവിടെ തുടക്കം കൊടുക്കുന്നത്.